ആറന്മുള നെല്ലിക്കലിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നെല്ലിക്കൽ സ്വദേശി ദേവ്ശങ്കറിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, 3 പേർ മറ്റുമാണ് ഫൈബർ വള്ളത്തിൽ പോയി അത് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. 2 പേർ ഇന്നലെ തന്നെ മരിച്ചു. ഇതിപ്പോൾ എവിടെ നിന്നാണ് ദേവ്ശങ്കറിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്? ദിവീഷ്, ഞായറാഴ്ച അവധി ദിനത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ളവരും അതിൽ 2 പേർ ബന്ധുക്കളുമാണ്. ഇവർ ചേർന്ന് കൗതുകത്തിന് വേണ്ടി കൂടി നടത്തിയ മീൻ പിടിക്കാൻ എന്നുള്ള ഒരു പ്രവർത്തനത്തിനിടെയാണ് ഫൈബർ വള്ളം മറിഞ്ഞ് ഈ അപകടം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ 3ാമനായിട്ടുള്ള ആളും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ ടീം നടത്തിയ തിരച്ചിലിന് ഒടുവിൽ ഏറെക്കുറെ 7 മണിക്കൂർ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ദേവ്ശങ്കറിൻ്റെ മൃതശരീരം അപകട സ്ഥലത്തിന് അല്പം മാറി കാണപ്പെട്ടത്. അങ്ങനെ മൃതശരീരം അവിടെ നിന്നും ഏറ്റെടുത്ത് പോലീസ് സംഘം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിലുള്ള നടപടികൾ കൂടി ഇന്ന് അതിനുള്ള ശ്രമങ്ങൾ കൂടി ഇന്ന് ലഭ്യമാകുന്നുണ്ട്. അതേസമയം ഇന്നലെ സ്ഥലത്തു നിന്നും കണ്ടെത്തിയ 2 മൃതദേഹങ്ങൾ രാഹുൽ അതോടൊപ്പം തന്നെ മിഥുൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതശരീരങ്ങൾ ലഭ്യമാക്കും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് സുഹൃത്തുക്കളായിട്ടുള്ള 3 പേർ ചേർന്ന് ഈ മേഖലയിൽ നല്ല വെള്ളമുള്ള സമയത്തിന്റെ ആനുകൂല്യം സങ്കടകരമായ ഒരു കാര്യമാണ്. വെള്ളം കയറിയ സമയത്ത് ഒരു രസത്തിനും കൗതുകത്തിനും ഒക്കെ വേണ്ടി ഫൈബർ വള്ളത്തിൽ 3 പേർ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 3 ചെറുപ്പക്കാർ ഒരുമിച്ചിറങ്ങിയതാണ്. പക്ഷേ അത് ദുരന്തത്തിൽ കലാശിച്ചു.